നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തെ അഴിമതി മുക്തമാക്കി മാറ്റിയെന്നും കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്നും എ.പി. അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. നാദാപുരത്ത് സി.പി. വിപിൻ ചന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ തിരഞ്ഞെടുപ്പിൽ എൻ.ഡി.എയും യു.ഡി.എഫും തമ്മിലാണ് മത്സരമെന്നും സി.പി.എം കേരളത്തിൽ പല ജില്ലകളിലും ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് ബി.ജെ.പി. ദേശീയ വൈസ് പ്രസിഡന്റ് എ.പി. അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആരു ഭരിക്കും എന്നത് തീരുമാനിക്കുന്നത് എൻ.ഡി.എയുടെ എം.എൽ.എമാർ ആയിരിക്കുമെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. നാദാപുരത്ത് സി.പി. വിപിൻ ചന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ വലിയ വിപ്ലവം തന്നെയാണ് ഭാരതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്നും റോഡ് ഡെവലപ്മെന്റ്, സീപോർട്ട്, എയർപോർട്ട് അടക്കം സമസ്ത മേഖലകളിലും ഭാരതം ലോകത്തിന്റെ മുന്നിൽ ഒന്നാമതെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. വിപിൻ ചന്ദ്രയോട് ഞാൻ സംസാരിച്ചപ്പോൾ പ്രഭാരേട്ടനും മറ്റും എന്നോട് പറഞ്ഞത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ്. ഈ ശല്യത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. നരേന്ദ്രമോദി വിചാരിച്ചാൽ അത് പറ്റും, കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. നമ്മുടെ ഫോറസ്റ്റിൻ്റെ അതിർത്തികളിലൊക്കെ നല്ല ഫെൻസിങ് ഉണ്ടാക്കണം, നല്ല മതിലുണ്ടാക്കണം, എന്നിട്ട് ഫെൻസിങ് നടത്തണം. നിങ്ങളറിയുമോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അതിർത്തി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയാണ്. 4000 കിലോമീറ്ററാണ്. അതിൻ്റെ 3/4 ഭാഗവും പൂർത്തിയായി. കുറച്ച് ഭാഗം പൂർത്തിയാവാത്തതിന് കാരണം ആ ബംഗാളിലെ ഒരുത്തിയുണ്ടല്ലോ, ആരാണ്? മമതാ ബാനർജി. അവളുടെ ചില മർക്കട മുഷ്ടി കൊണ്ട് മാത്രമാണ് അത് അവിടെ ഇഴഞ്ഞു നീങ്ങുന്നത്. നരേന്ദ്രമോദി അവിടെ വലിയ മതിലുണ്ടാക്കുന്നു, അതിൽ വലിയ കമ്പി ഉണ്ടാക്കുന്നു, അവിടെ മനുഷ്യർക്ക് പോലും കടന്നു വരാൻ പറ്റത്തില്ല. അതുപോലെ അതിർത്തി കേരളത്തിൻ്റെ ഫോറസ്റ്റും ജനവാസ കേന്ദ്രങ്ങളും തമ്മിലുള്ള ഒരു വലിയ ഫെൻസിങ്, ഒരു മതിലുണ്ടാക്കണം. പ്രിയപ്പെട്ട നാദാപുരംകാരെ, നിങ്ങൾ ഇവിടെ ബി.ജെ.പിയുടെ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കൂ. കേരളത്തിൻ്റെ അതിർത്തികളിലെല്ലാം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നല്ല മതിലുകൾ ഉണ്ടാക്കുന്നത് പദ്ധതി കേരളം സമർപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് പ്രായോഗികമായി ശക്തമായ ഇടപെടലിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഈ വികസന രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് മോദിജിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പിന്തുണയുടെ അടിസ്ഥാന കാരണം. ഇവിടെ കേരളത്തിൽ പിണറായി വിജയനെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊന്നും പറയണ്ട. ഏറ്റവും അവസാനം നരേന്ദ്രമോദി റോഡ് ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് ആ റോഡ് ഉദ്ഘാടനം പിണറായി വിജയൻ ബഹിഷ്കരിച്ചു. മിസ്റ്റർ പിണറായി, നിങ്ങൾ എന്തുകൊണ്ടാണ് ബഹിഷ്കരിച്ചതെന്നറിയോ? ദൈവം തമ്പുരാൻ നിങ്ങൾക്കന്ന് ശിക്ഷ. കാരണം ഈ എക്സ്പ്രസ് ഹൈവേക്ക് ഏറ്റവും എതിര് നിന്ന പാർട്ടി ഈ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതിന് പടച്ചോൻ തന്ന ശിക്ഷയാണ് ബഹിഷ്കരിക്കാൻ നിങ്ങൾക്ക് തോന്നിപ്പിച്ചത്. കലാച്ചി PVS ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷന് ശേഷം കലാച്ചിയിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും നടന്നു. ചടങ്ങിൽ BJP നരിപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് MC അനീഷ സ്വാഗതം പറഞ്ഞു. BDJS സംസ്ഥാന സെക്രട്ടറി ബാബു പൂതമ്പാറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TK പ്രഭാകരൻ, MT ഗോപിനാഥ്, RP ബിനീഷ്, PP ഇന്ദിര, രാജു തോട്ടുംചിറ, അഖിൽ നാളുംകണ്ടി, KK രഞ്ജിത്ത്, MC ചാത്തു മാസ്റ്റർ, അമൽ മരുതോങ്കര, KTK ചന്ദ്രൻ, ശ്രീജിത്ത് VK എന്നിവർ സംസാരിച്ചു.